ഹലോ. അപ്പോൾ ഇന്നലത്തെ കാര്യം പറഞ്ഞു തുടങ്ങാം. അതിന് മുമ്പ് ഞാനൊരു കഥ പറയാവേ. ആ കഥ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഞാൻ ഈ കാര്യം പറയും. ഒരു രണ്ട് ഉറുമ്പുകൾ കേട്ടോ, നമുക്ക് പേര് വിളിക്കാം. അമ്മിണി ഉറുമ്പും സുന്ദരി ഉറുമ്പും. ഇവർ രണ്ടുപേരും കൂടി നല്ല സുഖമായിട്ട് ജീവിച്ച് നല്ല ഗുണ്ടുമണീസായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വന്നു. പുഴയുടെ തീരത്തായിരുന്നു. പുഴ അടിച്ചുകൊണ്ട് പോയി ഇവരെ കൊണ്ടുപോയി ഒരു, പക്ഷെ രക്ഷപ്പെട്ടു. രണ്ടും കൂടെ ചെന്ന് അടിഞ്ഞത് ഉപ്പിൻ്റെ നടുക്ക, ഉപ്പുണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഉള്ളിലായി പോയി. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല കഴിക്കാൻ. എപ്പെങ്കിൽ ഉപ്പ്, ജീവൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ ഉപ്പ് കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും ഒരു വെള്ളപ്പൊക്കം വന്നു. രക്ഷപ്പെട്ടു. അവിടെ നിന്ന് പിന്നെയും പുഴ കൊണ്ടുപോയി ഷുഗർ ഫാക്ടറിയിലിട്ടു. ഷുഗർ ഫാക്ടറിയിലിട്ടപ്പോൾ ആദ്യം ഈ സുന്ദരി ഉറുമ്പ് ഉപ്പ് കഴിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ അമ്മിണിയാണ് കേട്ടോ നിർബന്ധിച്ച് ഉപ്പ് കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കഴിക്കുന്ന ചത്തു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളത് കഴിച്ച് ശീലിച്ചു. അപ്പോൾ രണ്ടുപേരും മെലിഞ്ഞു കേട്ടോ. ഷുഗർ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മിണി വന്ന് കഴിച്ച് അമ്മിണി കൊണ്ടുപോയി. പക്ഷേ ഈ സുന്ദരി എന്ത് ചെയ്ത ഗുണ്ടാവണില്ല. അതായത് അത് മെലിഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തത്, വേഗം ഡോക്ടർ ഉറുമ്പൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ ഉറുമ്പൻ പറഞ്ഞു, അതേ നിന്റെ വായെന്ന് തുറന്നേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവിടെ നിന്ന് കൊണ്ടുവന്ന് ആ ഉപ്പ് കടിച്ച് പിടിച്ചിരിക്കുകയാണ് ദിവസങ്ങളായിട്ട്, കളഞ്ഞിട്ടില്ല, അത് കുറച്ചുണ്ട്. അപ്പോൾ പറയും, നീ എന്തായി കാണിക്കുന്നത്, നീ ഷുഗറല്ലേ നിങ്ങളുടെ തീറ്റി, അത് വേണ്ടാന്ന് വയ്ക്കുന്നത് എന്താ? അയ്യോ ഡോക്ടറെ, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തങ്ങ് അഡാപ്റ്റായിപ്പോയി. ഏത് ഉപ്പ് തിന്ന് അതാണ് അതിൻ്റെ കുറച്ച് ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ രസം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് എനിക്ക് ഷുഗർ തിന്നിട്ട് ദേഹത്ത് പിടിക്കണില്ല, രണ്ടും കൂടെ കലർന്നിട്ടാണ് എനിക്ക് വയറ് നാശമായി പോയിക്കൊണ്ടിരിക്കണേന്ന് പറയും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും. ഡോക്ടർ വായ തുറന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോയി ഷുഗറൊക്കെ തിന്ന് നന്നായിട്ട് വാന്ന് പറയും. അപ്പോൾ പോയി ഷുഗർ കഴിച്ച് പിന്നെയും കൊണ്ടായി എന്നാണ് കഥ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പറിച്ച് നടുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും നമ്മൾ ക്യാരി ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണത് പറയുന്നതെന്ന്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനം ഇന്നലെ ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ കണ്ണാടിന്ന്, എനിക്കത് തെറ്റാണെന്ന് ഒരു മിനിറ്റ് പോലും തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, ദിസ് ഈസ് ദ റൈറ്റ് വേർഡ് ഇൻ തമിഴ്. ഞാനും എൻ്റെ മകളും എപ്പോഴും മോളെ അമ്മയുടെ കണ്ണാടി എടുത്തോണ്ടെന്നേ ഇങ്ങനെയാ പറയാം. കണ്ണട എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. പിടി കിട്ടിയോ ഇപ്പോൾ? ഉപ്പിൻ്റെ കഥയും ഷുഗറിൻ്റെ കഥയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഇത് അങ്ങനെ 25 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തിരുന്ന കണ്ണാടി എന്തിനല്ലേ വെക്കണേ, ഇപ്പോൾ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡാണ് കണ്ണാടി. അതിപ്പോൾ തമിഴരോട് ചോദിച്ചു നോക്കുക, അവർ പറയും. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി ആ വേർഡ് മറക്കില്ല. കന്നഡ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. കന്നഡ ഭാഷയാണോ എന്ന് ചോദിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ ഇന്നലെ നടന്നത്. അതിൻ്റെ അടിയിൽ കുറേ പേരില്ലേ, സിന്ധു പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറെ ആരോ പറഞ്ഞു, ചേച്ചി ഇതല്ല എന്താ പറയണേ, കന്നഡ എന്നാണ് പറയേണ്ടതെന്ന് കേട്ടോ. അപ്പം ഞാനത് തെറ്റാണെന്ന് എൻ്റെ ബ്രെയിനിന് തോന്നുന്നില്ല. ബിക്കോസ് അതൊരു റൈറ്റ് വേർഡാണ് എൻ്റെ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ. ഓക്കെ, സോ ചിയേഴ്സ്. അതായിരുന്നു ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ യമുന വ്ളോഗ്സ് എഴുതിയിരുന്നു, ചേച്ചി ഇത്തരത്തിൽ വക്കീലായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ആളുകൾ നമ്മളെ കളിയാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായിട്ടെന്ന്. നിയമോപദേശമായിട്ട് എടുക്കണ്ട കേട്ടോ. കാരണം നിയമോപദേശം കൊടുക്കാൻ പാടില്ല വ്ളോഗ്സിലൂടെയൊക്കെ. അതിനൊക്കെ വലിയ ആഫ്റ്റർ ഇഫക്റ്റും റിപ്പർക്കഷൻസൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു അവെയർനെസ്സായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് ഓരോ നിയമങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിങ്ങളോട് വരാൻ പറഞ്ഞ് ചെയ്യും എന്നല്ലാതെ ഞാനിതിൽ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ അവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കുമേ വേറെ സ്ഥലത്ത്, അവർ ആ വക്കീലിനോട് പോയി ചോദിക്കാതെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇത് ഇങ്ങനെ ഒരു വകുപ്പുണ്ട് കേട്ടോ BNSSൽ. അത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണ്. BNS എന്ന് പറയുന്നതും BNSS എന്ന് പറയുന്നതും വേറെ കേട്ടോ. IPC CRPC ആയിരുന്നില്ലേ പണ്ട്. അതിന് BNSൻ്റെ 74 മുതൽ ഉള്ള വകുപ്പുകളിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകളെ പറ്റി സംസാരിച്ച്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതും. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ സെക്ഷൻസ് പഠിക്കണ്ടേ. അപ്പം ഞാൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നും എന്തെങ്കിലും ഒരു കാര്യം പഠിക്കും. അതെൻ്റെ നിങ്ങളത് ഒരു ടേക്ക് അവേ ആയിട്ട് എടുക്കണോട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഇപ്പോൾ ഈ നിയമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പെണ്ണുങ്ങൾ എപ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. സ്ത്രീകൾക്ക് നടന്നു പോകുമ്പോൾ വിസിലടിക്കുന്നത് വരെ
ശരിയല്ല. ഈ 74 മുതലുള്ള സെക്ഷൻസ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കൂ ഗൂഗിളിൽ, അതിൽ വായിക്കുമ്പോൾ പിടികിട്ടും. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ, ഇങ്ങനെ ചൂളടിക്കുന്നതും അല്ലെങ്കിൽ വൃത്തികെട്ട കാര്യങ്ങൾ പൊക്കി കാണിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് കാണിക്കുക, ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുണിക്കടയാണെങ്കിൽ ആ തുണിക്കടയിലുള്ള ബൊമ്മയുടെ ശരീരഭാഗങ്ങളിൽ തൊട്ട് തടവിയിട്ട് നിങ്ങളെ നോക്കി അർത്ഥഗർഭമായിട്ട് ചിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കുറ്റകരമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന മനോരോഗികളും ഞരമ്പ് രോഗികളും ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യമുന വ്ളോഗ്സ് ചോദിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എന്നെ ഗജകേസരി എന്ന് എൻ്റെ അമ്മ വിളിക്കണം, ഞാൻ എന്ത് ചെയ്തു, എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കേട്ടോളൂ. ഞാനൊരു പ്രാവശ്യം എന്നും എൻ്റെ ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, കോടതിയിൽ പോകുന്നതിന് മുമ്പേ, അതായത് വർക്കിന് പോകുന്നതിന് മുമ്പേ ഞാൻ നടക്കാൻ പോകും. അത് എല്ലാ ദിവസവും ചെയ്യും കേട്ടോ. 5 മണിക്ക് എഴുന്നേക്കും. അവിടെയൊക്കെ 5 മണിയാകുമ്പോഴേക്കും മദ്രാസിൽ കടൽ തീരത്താണേ, കുറച്ച് നടന്നാൽ മതി, കടൽ തീരം വരും. അപ്പോൾ അവിടെ പെട്ടെന്ന് വെളിച്ചം വരും. ഒരു 5:30 ആകുമ്പോഴേക്കും നല്ല വെളിച്ചം വരും. അരവിന്ദ് വന്ന് ടെന്നീസ് കളിക്കുന്ന ആളാണ്. അദ്ദേഹം വേറെ വഴിക്ക് വണ്ടി എടുത്തിട്ട് പോകണം. ഞാൻ കാറിൽ പോകാറില്ല കേട്ടോ. അവർ വണ്ടിയിൽ പോയിട്ടാണ് അവിടെ ആ കോർട്ടിൽ പോയി, അവർ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ കളിക്കും. ഞാൻ ആ സമയത്ത് നടക്കാൻ പോവേ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ജോലിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് എപ്പോഴും ഒരാൾ വന്ന് ഞാൻ കുക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അടുക്കളയിലെ ജോലിയില്ല. മോൾക്ക് 8 മണിക്ക് പോകണം, വാൻ വരും. ഞാനും അരവിന്ദും 8 മണിയാകുമ്പോൾ ഇറങ്ങും. പിന്നെ ഞാനും ഇറങ്ങും ഒരു 8:15, 8:30 ആകുമ്പോഴേക്കും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 കാറുണ്ട്, അതിലാണ് പോവാം. രണ്ടുപേരും 2 ദിശയിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മളൊന്ന് ഊർജ്ജസ്വലരാകണമല്ലോ. എല്ലാ ദിവസവും നടക്കാൻ പോകും. ഇത് ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇവർ കേൾക്കുന്നവർ അതൊന്ന് അഡാപ്റ്റ് ചെയ്യണം കേട്ടോ. അഡോപ്റ്റ് ചെയ്യണം. എന്നിട്ട് യു ഷുഡ് ഗെറ്റ് അഡാപ്റ്റബിൾ ടു ദാറ്റ് സർക്കംസ്റ്റൻസസ്. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ എക്സസൈസും നിങ്ങളുടെ ഫുഡും എല്ലാം നിങ്ങൾ അതുമായിട്ട് ആ ജീവിതചര്യമായിട്ട് അഡാപ്റ്റബിൾ ആകണം. സോ അഡോപ്റ്റും അഡാപ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. അഡോപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. എൻ്റെ ദിനചര്യയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചേച്ചി വി ഹാവ് അഡോപ്റ്റഡ് ഇറ്റ് ഫ്രം യു എന്ന് പറയാം. അതിനോട് നിങ്ങൾ ഇഴുകി ചേരുന്നത് യു ഹാവ് അഡാപ്റ്റഡ് ഇറ്റ് എന്ന് പറയാം കേട്ടോ. അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ്. ആർക്കും അതുകൊണ്ട് ഒഫെൻസീവായിട്ടൊന്നും തോന്നരുത് കേട്ടോ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നു, നിയമം പഠിപ്പിക്കാൻ വരുന്നു എന്നൊന്നും പറയല്ലേ. ചോദിക്കുന്നതിന് പറഞ്ഞെന്ന് മാത്രം. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണമെന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇത് കേൾക്കുന്നവർക്ക് ഈ 10-20 മിനിറ്റ് ഞാനിരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? സോ ഞാനിങ്ങനെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചീര വാങ്ങിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ കേട്ടോ, അവിടെ വിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ചീര ഒരു പ്രാവശ്യം ഞാൻ പല പല ചീരകളുണ്ട് കേട്ടോ അവിടെ, എല്ലാ ചീരയും ഉണ്ടാവും അവിടെ. ഈ അഗസ്തി ചീരയാണെന്ന് തോന്നുന്നത്, ഒരു ചെറിയ കെട്ട്, അല്ല ഈ ഉലുവയുടെ ചീരയില്ലേ, അതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മെത്തി ലീവ്സ് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അതിങ്ങനെ നല്ല ബഞ്ചായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു പയ്യന് ഗുഡ് മോർണിംഗ് പറയും. താഴെ നിന്ന് അവൻ കാറ് കഴുകുകയോ തുടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഡോക്ടറുടെ കാറ്, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിച്ചിരുന്ന ഡോക്ടർ ഗവൺമെൻറ് ഇത് പ്രൊഫസറാണ് അവർ. അപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് പോകണമല്ലോ. ഇവൻ തുടക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാട്ടോ ഞാൻ പോവാം. അപ്പം ഞാൻ എന്ത് സാധനമാണെങ്കിലും ഞാൻ പക്ക ഡ്രസ്സിലാട്ടോ പോകണം. പക്ക ഡ്രസ്സ് പറഞ്ഞാൽ നടക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ നല്ല ഷൂസ്, നല്ല ട്രാക്ക് പാൻറ്റ്, നല്ല നൈക്കിയുടെയോ റീബോക്കിൻ്റെയോ അന്നത്തെ നല്ല ഭംഗിയുള്ള 2-3-4 ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി. അത് ഇട്ടിട്ടാണ് പോവാം. നമ്മൾ ഈ നല്ല ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോകാനായിട്ട് നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഫോർ ഈച്ച് ഒക്കേഷൻ അല്ലേ. നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ സാരി ഇട്ടിട്ടോ ചുരിദാർ ഇട്ടിട്ടോ പോകാൻ പറ്റില്ലല്ലോ. അതിന് ഞാൻ കേട്ടിട്ടുണ്ടേ. ഞാൻ ഈ കുറച്ചിങ്ങനെ ബസ്റ്റി ആയതുകൊണ്ട് ഞാൻ റീബോക്കിൻ്റെ ഒക്കെ ഇടുമ്പോൾ കുറച്ച് ടൈറ്റൊക്കെ ആയിരിക്കും, പക്ഷേ എക്സസൈസ് അതിന് ചില സ്ത്രീകൾ എനിക്ക് കമൻ്റ് അടിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഭർത്താവ് നോക്കണ കണ്ടിട്ട് ആ സ്ത്രീ പറയാണ്, ഓ ഇവർക്കൊക്കെ ഒരു ദുപ്പട്ട ഇട്ടാണ് നടന്നുകൂടെയെന്ന്. അതൊക്കെ അന്നത്തെ ഒരു കാലം, അന്നൊരു 30-32 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ഐ ഡിൻറ്റ് കെയർ അബൌട്ട് ഇറ്റ് ഉള്ള കാര്യം പറയാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും തോന്നാറില്ല. കാരണം ഓരോരോ സ്ഥലത്ത് നമ്മൾ സഭ്യമായിട്ടാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ, അത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിന്നു എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ കുഴപ്പം?
അല്ലേ? നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഇപ്പം എന്തൊക്കെയാണ് കാണണം അല്ലേ വീട്ടിലിരുന്ന്. ശരി, അപ്പം നടന്നിട്ട് വരുമ്പോൾ നിങ്ങൾക്കപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരു യങ് ആയിട്ടുള്ള ഞാൻ അങ്ങനെ നടന്നിട്ട് വരുമ്പോൾ ഈ പയ്യന്മാരൊക്കെ സേലം, കന്യാകുമാരി അങ്ങനെ ഉൾപ്രദേശത്ത് നിന്ന് വന്ന് താമസിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഈ ഡ്രൈവേഴ്സൊക്കെ വരുന്നവരും പിടിക്കുന്നത്. അപ്പം അവരോട് ഞാൻ കുറച്ച് മയമായിട്ടാണ് എപ്പോഴും ഞാനൊരു സ്മൈലിംഗ് ആയിട്ടാണ് പെരുമാറുക. 23 വയസ്സേ ഉണ്ടാവുള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ അത്ര പോലും വയസ്സ് ഇല്ലാത്ത പയ്യന്മാരാണ് വരുന്നത് ഇങ്ങനെ വണ്ടി ഓടിക്കാനും ഒക്കെ ആയിട്ട്. ആയ പയ്യൻ, അതിലൊരു പയ്യൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണേ, 2-3 പേരുടെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഡ്രൈവർ പയ്യന്മാർ. ആ പയ്യൻ എന്താ ചെയ്തതെന്നറിയോ എന്നെ നോക്കിയിട്ട്? എന്നമ്മാ എവ്വളോ പെരിയ കീരക്കെട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഇത് വലുതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കീരക്കെട്ട് എന്ന് പറഞ്ഞു. ഉங்கள் കയ്യിലിരിക്കുന്ന കീരക്കെട്ട് എവ്വളോ പെരുസാ ഇருக்கு അങ്ങനെ പറഞ്ഞു. അതത്ര ശരിയായ രീതിയിലല്ല. ഒരു ചീരയുടെ കെട്ട് കൊണ്ടുവരുന്നതിന് അവനത് കമൻ്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അവന് വേറെ തരത്തിലുള്ള ചിന്തകളായിരുന്നിരിക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് അവൻ്റെ ആ നോട്ടവും അവൻ്റെ ആ പറച്ചിലും എനിക്ക് ഒട്ടും സഭ്യമായി തോന്നിയില്ല. ശരി, ഞാനൊരു വക്കീലാണ്, മനസ്സിലായോ? അവനോട് നോക്കി ചിരിച്ചു സംസാരിച്ചു എന്നുള്ളൊരു തെറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ആളുകൾക്കൊക്കെ എന്താ വിചാരം? നമ്മൾ നന്മയുടെ പാതയിൽ പോവാം, നമ്മളെല്ലാവരോടും നന്നായി ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു പാറ്റേണിൽ പോയതുകൊണ്ടാണ് എനിക്കത് പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്നെ കേൾക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചോളണേ. ഞാൻ ഇങ്ങനെ എനിക്കത്ര ശരിയായില്ല, ആമ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയാട്ടിയിട്ട് അങ്ങ് പോയി. കാരണം എനിക്ക് അവനെൻ്റെ വീട്ടിൻ്റെ വാതിക്കലാണ് നിൽക്കുന്നത്. അവനോട് എനിക്ക് എന്തെങ്കിലും പുറത്ത് നിന്ന് പറഞ്ഞാലുള്ള ആ ഒരു ഇത്, എൻ്റെ മോള് ചെറുതാണ്, ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടി പോയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഇവൻ ഇങ്ങനെ എന്നോട് പറയുന്നവൻ ഇവിടെ ഞങ്ങൾ സേഫ് ആയിരിക്കില്ലല്ലോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പതുക്കെ ആ ഡോക്ടറോട് സൂചിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരിയാണല്ലേ, എനിക്ക് പല സന്ദർഭങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവൻ്റെ അടുത്തുനിന്ന്, പതുക്കെ ഞാൻ ഒഴിവാക്കിക്കോളാകുക എന്ന് പറഞ്ഞ് പതുക്കെ അവനെ അടുത്ത വേറെ ഒരു ഡ്രൈവർ, 2 പേര് മാറി മാറി വരും. എൻ്റെ ഒരു അനുഭവം നോക്കണേ, അത് കഴിഞ്ഞ് വന്നവൻ അതിലപ്പുറം. അപ്പോൾ ഇവനോടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റവനോട് വലിയ ഫ്രണ്ട്ലി ആവാനൊന്നും പോയില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പറയുകയും പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ വീട് ടെറസിൻ്റെ അറ്റത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ടെറസ് വരും, പുറകിലത്തെ ഡോറ്, അങ്ങനത്തെ ഒരു വീടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ എന്തൊക്കെയോ കളിക്കും. ഈ പയ്യനൊക്കെ, ഈ ഡ്രൈവർ പയ്യൻ ഈ ഡോക്ടർ വരുന്നതിന് മുമ്പ് അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഈ പന്ത് അടിച്ചിട്ട് നമ്മുടെ ടെറസിൽ വന്ന് വീഴും. ടെറസിൻ്റെ ഉള്ളിലേക്കുള്ള താക്കോല് എൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവനുണ്ടല്ലോ, നമ്മൾ എപ്പോഴാണെന്നൊന്നുമില്ല, ചിലപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ അപ്പോഴൊക്കെ വന്നിട്ട് പറയും, ആ താക്കോലൊന്ന് തരുമോ തുറക്കാൻ. ഞാൻ കൊടുക്കില്ല, കാരണം അവന് അപ്പുറത്തൊന്ന് വരാൻ പറ്റുമേ. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടേക്കാം, നീ താഴെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വേണമെന്ന് വെച്ച് അടിക്കുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ ആ കുട്ടികളോട് താഴെ ചെന്നിട്ട് പറഞ്ഞേ, ഇത്രയും ഹൈറ്റിൽ അടിച്ച് നിങ്ങൾ ചെയ്താൽ, ഇവനോട് പറഞ്ഞില്ല കേട്ടോ, ഞാനിനി പന്ത് തരില്ല കേട്ടോ, എനിക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്ന് ഇവൻ ബെല്ലടിക്കും, ഈ പയ്യൻ തന്നെ വന്ന് ബെല്ലടിക്കും. അങ്ങനെ ഞാനത് കൊടുക്കാതിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നാ ഉനക്ക്, നീ இந்த மாதிரி പண்ற, ചെറിയ കുട്ടികളെ അടിച്ചാൽ വരൂല്ലല്ലോ, നീ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, അത്രേ ചോദിച്ചുള്ളൂ. പിന്നെ അടുത്ത ദിവസം മുതലുണ്ടല്ലോ, എൻ്റെ ലെറ്റർ ബോക്സ് ഉണ്ട്, എനിക്ക് ലെറ്റേഴ്സ് വന്ന് വീഴുന്നത്, അത് കുറച്ച് വലുതാണ്, ഇങ്ങനെ തുറക്കാൻ പറ്റും, നമ്മൾ പൂട്ടിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. അതിനകത്ത് രണ്ട് പപ്പായ. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഞാൻ ലോ കോളേജിലൊക്കെ പഠിച്ചതായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. 2 എണ്ണം അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വരുമ്പോൾ, കോടതിയിൽ നിന്ന് വരുമ്പോൾ, ഞാൻ കോടതി പോകുന്ന എന്നോടാണ് ഇവർ കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. മീൻകാരൻ്റെ ആ സൈഡിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വിചാരമാണോ, ഞങ്ങൾക്ക് ബലമുണ്ട്, ആൾബലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എത്ര സൂക്ഷിക്കണം എന്നറിയോ? വേറൊരു നാട്ടിൽ പോയി ജീവിക്കാനായിട്ടൊന്നും എളുപ്പമായിരുന്നില്ല കേട്ടോ. നിങ്ങൾ ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. എൻ്റെ ചെറുപ്പമാണ്, വല്ല അബദ്ധത്തിലൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്താൽ പോരെ, പിന്നെ നമുക്കതൊരു ട്രോമയാവൂലേ. ഞാൻ ഇത്രയും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ വക്കീലായിട്ടുള്ള എനിക്ക് 1 മിനിറ്റ് മതി അവനെ ചീത്ത പറയാനോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാനോ ഒക്കെ. ഞാനത് ചെയ്യാൻ ഭയന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അരവിന്ദ് എപ്പോഴും ട്രാവലിന് പോവും, ഞാൻ ട്രാവൽ പോവാറുണ്ട്. ഞാൻ പോയിട്ട് വരുന്ന സമയമൊക്കെ, ആ സമയമൊക്കെ ആണെങ്കിൽ പാത്തിരുന്ന് വല്ലതുമൊക്കെ ചെയ്ത ഇങ്ങനെയൊക്കെ ചിന്തിച്ചു.
2 പ്രാവശ്യം എനിക്ക് ആ അനുഭവം വന്നു കേട്ടോ. രക്ഷയില്ല. അപ്പോൾ ഡോക്ടറുടെ വീട്ടിൽ കല്യാണമാണ്. ആദ്യം അവനെ പറഞ്ഞേച്ച് ഇനി എപ്പോഴും പോയി ഇവരോട് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ബ്രദറിനോടും പറഞ്ഞു. അപ്പോൾ പറഞ്ഞേ, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവനുമായിട്ടൊന്നും ഏറ്റുമുട്ടണ്ട, എന്നാലും ഡോക്ടറോട് പറഞ്ഞു വയ്ക്കണം. കാരണം അവർക്കും ഇത് കെണിയാണേ ഇങ്ങനെ ചെയ്യണേ. അവരും ചെറുപ്പക്കാരിയാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പമല്ല, അവരൊരു 50 വയസ്സൊക്കെ ഉണ്ടാവും. എന്നാലും അവർ നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചു പോണവരാണ്. ഇത്തരത്തിലൊരു മെൻറ്റാലിറ്റിയുള്ള ഡ്രൈവറെയൊക്കെ എന്ത് വിശ്വസിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഡ്രൈവർമാരെ ഒന്നടക്കം പറയണമല്ല കേട്ടോ. എത്രയോ നല്ല പേര് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നറിയോ. അവരൊക്കെ എൻ്റെ മോളെപ്പോലെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡ്രൈവർ വന്ന് നല്ല ഉഗ്രനായിരുന്നു. എൻ്റെ മോളെ എന്ത് നന്നായിട്ട് നോക്കുമായിരുന്നു എന്നറിയാം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു അപ്പം ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വീട് മാറാൻ പോവല്ലേ, വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട എന്ന് പറഞ്ഞ് വെറുതെ ഒരു കാഷ്വൽ ടോക്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് ഡോക്ടർ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. ഡോക്ടർ പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആകെ, ഇത് കിട്ടാനും പാടാണ്, ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്യാണ്, എനിക്ക് റിയലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരും പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു, കല്യാണം ഒക്കെ നടത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് വീട് മാറും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇത് എന്താ പറയുക, ഒരു ഹാളിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേ എന്ന് പറഞ്ഞൊരു സൗണ്ടും ജനലിൻ്റെ ഇതില്ലേ ചില്ല് പൊളിഞ്ഞ് വീണില്ല, ഇങ്ങനെ നമ്മൾ ഈ കാറ്റാപ്പുൾട്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിനെന്താ പറയുക, കവണി, അത് വെച്ചാൽ പെട്ടെന്ന് മുകളിലേക്ക് അടിച്ചിരിക്കുകയാണ് ആരാണ്ടും. എന്നിട്ട് അതിൻ്റെ ചില്ലിങ്ങനെ പൊട്ടി, ഉള്ളിലേക്ക് വന്നില്ല, ഇങ്ങനെ ചിതറി ഇങ്ങനെ നിന്നു. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് നമ്മൾ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരും കാണാനില്ല. അവനെ ഓടിപ്പോയി. അവനതൊക്കെ നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ടാവും, ചെയ്തിട്ട് എങ്ങോട്ട് പോകണം എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു സ്ഥലത്തു നിന്നല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും മിസ്റ്ററിയാണ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് പിന്നെ മാറി, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വന്നു. ആ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വേറെ ഇതുപോലെ ഒരു പ്ലംബർ ഒരു പെൺകുട്ടീനെ ഇതുപോലെ ഇംഗ്ലീഷ് പറയണേ എന്തിനാന്നൊക്കെ ചോദിച്ച് ചീത്ത പറഞ്ഞു. അതൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ആൾക്കാർ സ്ത്രീകളെ സഭ്യമല്ലാത്തിടത്ത് നോക്കുന്നത്, സഭ്യമല്ലാത്ത നോട്ടം നോക്കുന്നത്. ഞാൻ പറയാറില്ലേ ആൺനോട്ടങ്ങൾ. പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ച് കയറ്റാൻ പറ്റുമോ? അപ്പോൾ ആ സമയത്ത് പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഇവരൊക്കെ ഒരൊറ്റ കെട്ടുമായിരിക്കും, പക്ഷേ ഓക്കെ, ഒരു ഓർഗനൈസ്ഡ് ക്രൈമൊന്നും അങ്ങനെ നടക്കില്ല. ഇന്നത്തെ കാലമാണ്, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യമുന വ്ളോഗ്സ് അവർ ചോദിച്ചു, ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ശത്രുവിനെ ഉരുവാക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇതൊക്കെ ഇങ്ങനെ നടക്കില്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആൾബലമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവരോടൊക്കെ എതിരിട്ടോളൂ. അല്ലാതെ ഇപ്പം എനിക്ക് പറഞ്ഞുതരാം, വിടരുത്, അവരൊന്നും വിടരുത്, പോയി രണ്ടും കൊടുക്കണം. ചെയ്യല്ലേ മക്കളെ, അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ, കാലം ഇങ്ങനെയാണ്. അവിടെ നിങ്ങൾ തമിഴ്നാട്ടിലെ ആസിഡ് അറ്റാക്കൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഈഗോയാണ്. അങ്ങനെ സൂക്ഷിച്ച് അവർ ജീവിക്കേണ്ട. ഒരു സൗന്ദര്യം കൊണ്ട് നടക്കുന്നു, ഇപ്പം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഈ അധികവും പ്രേമം നിരസിക്കുമ്പോൾ ഉള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ സൂക്ഷിക്കുക. നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഈ ലോകത്ത് പെട്ടെന്ന് കാണുമ്പോൾ പ്രതലമെല്ലാം നല്ലതായിരിക്കും അല്ലേ? ഒരു ചെറിയ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഇതുണ്ടാകുമ്പോഴേക്കും അപ്പുറത്തുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ്. 2 അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതിനു മുമ്പ് വേറെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ജോലിക്കാരിയുടെ പ്രശ്നമൊക്കെ. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ യമുന വ്ളോഗ്സിലുള്ളവരോട് ഞാൻ പറഞ്ഞെങ്കിലും BNSൽ സെക്ഷൻ ഉണ്ട്, ചൂളടിക്കുന്നതിനുണ്ട്, നമ്മളെ പറ്റിയിട്ട് കമൻറ്റ് പറയുന്നതിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ചില നല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റി വെച്ചിട്ട് ചെന്നവന്മാരെ ഒന്ന് വിരട്ടി വിട്ടിരിക്കും. ചിലർ പറയുമില്ല, ഇതിനൊക്കെ FIR ഇടാൻ പോയാൽ ഇതിന് നേരം ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് വേറെ കുറേ പണിയുണ്ടെന്ന് പറയും. ചിലർ പറയും, അയ്യോ ഇനി ഇവരൊക്കെ പോയി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഡയറക്റ്റ് കംപ്ലയിൻറ്റ് കൊടുത്താൽ അവർ പോലീസിനെ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് എടുക്കുമെന്നൊക്കെ പറയും. അതിന് പിന്നാലെ നടക്കുന്ന കുറേ ആക്ടിവിസ്റ്റുകളൊക്കെ കാണും. പക്ഷെ അവർക്ക് ആൾബലം ഉണ്ടാകും ഇതുപോലെ. അപ്പോൾ രാജ്യത്ത് എല്ലാവരും പേടിച്ചാലോ എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് നമ്മളല്ല ഇതെല്ലാം ചെയ്യേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ. അതിന് വേണ്ടിയിട്ടാണ് ലോ ആൻഡ് ഓർഡർ ഉള്ളത്. അവർ ചെയ്യണം. നമ്മൾ അവിടെ ചെന്നൊന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ നിങ്ങൾ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത് വരെ നമ്മളെല്ലാവരും ഇങ്ങനെ വൾണറബിൾ ആയിരിക്കുമെന്നേ. ഓക്കെ, അപ്പോൾ എന്നെ കേട്ടിട്ട്
കണ്ണട എന്നുള്ളത് മാറ്റി കണ്ണാടി എന്ന് പറയണ്ട മലയാളീസിൻ്റെ അടുത്ത്. അവർ നിങ്ങളെ തിരുത്തും. ഇന്നലെ എന്നെ തിരുത്തിയ പോലെ, നോ പ്രോബ്ലം കേട്ടോ. പക്ഷേ ഇല്ലേ, നിങ്ങൾ തിരുത്തുന്ന വരെ എനിക്ക് ഒരു വിധത്തിലും ഒരു തോന്നലേ ഉണ്ടായില്ല ഞാൻ തെറ്റാണ് പറയുന്നതെന്ന്. ബിക്കോസ് അമ്മിണി ഉറുമ്പിൻ്റെ കാര്യം, സുന്ദരി ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ മൈ ആദത്ത് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കുറച്ച് നാളത്തെ നിത്യതൊഴിൽ അഭ്യാസം പോലെ ഇങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിയേഴ്സ്, നാളെ കാണാം. ഓക്കെ, ബൈ.